അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് ചോദിച്ചു, അയഅജിസു അഹദുക്കും അൻ യഖറഅ ഫീ ലൈലത്തിൻ സുലുസൽ ഖുർആൻ? അല്ല, ഒരു രാത്രി കൊണ്ട് ഖുർആനിൻ്റെ 1/3 ഓതാൻ നിങ്ങൾ അശക്തരാണോ? നിങ്ങൾക്ക് സാധിക്കില്ലേ എന്ന രൂപത്തിൽ റസൂൽ ചോദിക്കുകയാണ്. ആ സമയത്ത് സ്വഹാബികൾ തിരിച്ചു ചോദിച്ചു എന്നാണ്, കൈഫ് യഖറഅ സുലുസൽ ഖുർആൻ? അല്ല, അള്ളാഹുവിൻ്റെ റസൂലെ, എങ്ങനെയാണ് ഒരൊറ്റ രാത്രി കൊണ്ട് ഖുർആനിൻ്റെ 1/3 ഞങ്ങൾ ഓതുക? ഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ്. സൂറത്തു ഇഖ്ലാസിനെ കുറിച്ച് റസൂലുള്ളാഹി അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് റസൂൽ പറഞ്ഞു, തഅദിലു സുലുസൽ ഖുർആൻ, ഖുർആനിൻ്റെ 1/3 തുല്യമാണ് ഏത്? സൂറത്തുൽ ഇഖ്ലാസ് എന്ന് റസൂലുള്ളാഹി സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്നാണ്. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ മഹത്വം, അതിൻ്റെ ശ്രേഷ്ഠത ഈ ഹദീസിൽ നിന്നും നമുക്ക് വ്യക്തമാണ്. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നതിൻ്റെ പ്രതിഫലം എന്നുള്ളത് ഖുർആനിൻ്റെ 1/3 പാരായണം ചെയ്യുന്നതിന് തുല്യമാണെന്നാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുകയും അതുപോലെ തന്നെ ഖുർആൻ അത് ജീവിതത്തിൽ നിത്യമായി നമ്മളുടെ കൂടെ ഉണ്ടാകണം എന്നുള്ള ഒരു മോട്ടീവ് നമുക്ക് ഈ ഹദീസിൽ നിന്നും കിട്ടുന്നുണ്ട്. അള്ളാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ. അത്തരത്തിൽ ജീവിതത്തിൽ ഖുർആൻ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.